ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി വെന്നിയൂർ ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കേരളം വേനലിൻ്റെ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ്. മുൻ വർഷത്തേക്കാൾ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ബാധിക്കാത്ത ഒരു സംസ്ഥാനമായിരുന്നു കേരളം. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാലാവസ്ഥാ പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് ചൂടിൻ്റെ അവസ്ഥ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതിന് ധാരാളം കാരണങ്ങളുണ്ടാവാം. നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, അതേപോലെ തന്നെ മരങ്ങളും കുന്നുകളും മറ്റും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ കേരളത്തിൻ്റെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരവസ്ഥയിൽ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ചൂട് സഹിക്കാൻ വയ്യാതെ എരിപൊരി കൊള്ളുന്ന ഈ ഒരു അവസരത്തിൽ ചൂടിനെ പ്രതിരോധിക്കാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ സുഖകരമായ രീതിയിൽ ഈ ചൂടുള്ള കാലാവസ്ഥയിലും നമ്മുടെ കുറച്ച് ശീലങ്ങളിൽ മാറ്റം വരുത്തിയാൽ വലിയ പ്രയാസങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഭക്ഷണശീലം. ചൂടുകാലത്ത് ചൂടുള്ള എരിവുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. അമിതമായിട്ടുള്ള മസാലകൾ ചേർത്ത ഭക്ഷണങ്ങൾ, കരിച്ചതും പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇവ കഴിക്കുന്ന ഒരാളുടെ ശരീരം കൂടുതൽ വിയർക്കാനും കൂടുതൽ ചൂടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളുടെ മജ്ജയും മാംസവും രക്തവും എല്ലാമായി മാറുന്നത്. അപ്പോൾ ഭക്ഷണം നമ്മുടെ തണുപ്പിനെയും ചൂടിനെയൊക്കെ ബാധിക്കും ശരീരത്തിൽ. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഇത്തരം ശരീരത്തിൻ്റെ ചൂട് കൂട്ടുന്ന ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ പലതരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, അത് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത്, അത് പ്രത്യേകമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. ഇതിന് പകരമായിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഇളനീര് വെള്ളം, അതുപോലെ തന്നെ പഴച്ചാറുകൾ, പഞ്ചസാര ചേർക്കാത്ത ഫ്രിഡ്ജിൽ വെക്കാത്ത വെള്ളം ഉപയോഗിച്ച് തയ്യാറാക്കിയത്, അത് ശരീരത്തിനെ തണുപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ പരമാവധി വേവിക്കാത്ത ഭക്ഷണങ്ങളാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് രാത്രി ചൂടിൻ്റെ കാരണം കൊണ്ട് ഉറക്കം കിട്ടാത്ത ആളുകൾക്ക് രാത്രിയിലെ ഭക്ഷണം പഴങ്ങളോ ജ്യൂസുകളോ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ലതാണ്. വേവിച്ച ഭക്ഷണങ്ങൾ രാത്രി ഒഴിവാക്കുക. അതുപോലെ തന്നെ ചൂടുകാലത്ത് സ്വീകരിക്കേണ്ട ഒരു ഭക്ഷണത്തിൻ്റെ മെനു, രാവിലെ സാധാരണ കഴിക്കുന്ന ചായയും മറ്റ് പലഹാരങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നല്ല ഉണങ്ങലരിയുടെ കഞ്ഞിയോ അല്ലെങ്കിൽ അവിൽ വെള്ളമോ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഉച്ചക്ക് സാധാ പോലെ തന്നെ ചോറ് കഴിക്കാം. തവിടുള്ള ചോറ്, പച്ചക്കറികളൊക്കെ കൂട്ടി മോര് തൈരൊക്കെ കൂട്ടിക്കൊണ്ട് കഴിക്കലാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ രാത്രി വൈകുന്നേരമുള്ള ചായയും മറ്റും ഒഴിവാക്കിക്കൊണ്ട് ആ സമയത്ത് ആവശ്യമാണെങ്കിൽ ജ്യൂസോ മറ്റോ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാത്രി ഫ്രൂട്ട്സുകളോ അല്ലെങ്കിൽ സാലഡുകളോ മാത്രമാക്കുക. ഇങ്ങനെ ഭക്ഷണശീലത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ചൂടിനെ പ്രതിരോധിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കിടക്കുന്ന റൂം നല്ല വായുസഞ്ചാരമുള്ളതും പുറത്തുനിന്ന് കാറ്റ് കിട്ടുന്നതുമാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂടുകാലത്തുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ചെങ്കണ്ണ്. ചെങ്കണ്ണ് സത്യത്തിലൊരു പകരുന്ന രോഗമല്ല. അതൊരേ സമയം ഒരു പ്രദേശത്ത് ഒരുമിച്ച് വരുന്ന ഒരു രോഗമായിരിക്കാം. കണ്ണിൻ്റെ ഒരു എലിമിനേഷനാണത്.
ആ സമയത്ത് പൂർണ്ണമായിട്ടുള്ള വിശ്രമം കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആ രോഗത്തെ പ്രതിരോധിക്കാം. കൊത്തമല്ലി കീ കെട്ടിക്കൊണ്ട് കണ്ണിൽ വെക്കുക, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് പച്ചവെള്ളം കൊണ്ട് കഴുകിക്കൊണ്ടിരിക്കുക, ഐവാഷ്, കക്കരി, കുക്കുംബർ പോലെയുള്ളതൊക്കെ സ്ലൈഡാക്കിയിട്ട് കണ്ണിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ കണ്ണിന് വിശ്രമം കൊടുക്കലാണ് ഇതിന് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ചോരക്കുരു ചൂടുകാലത്തുണ്ടാകുന്ന മറ്റൊരു രോഗമാണ്. ഇതിനെയും ഞാൻ ഈ പറയുന്ന ഭക്ഷണരീതി ക്രമീകരിച്ചുകൊണ്ട് ആവശ്യമായ വിശ്രമം നൽകിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചൂടുകാലത്തുണ്ടാകുന്ന പനി, ഈ പനിക്ക് ഒരിക്കലും രാസമരുന്നുകൾ ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് രാസമരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് സൂര്യതാപം പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് സൂര്യതാപം ഏൽക്കുന്നത്. പ്രഷറിനും പ്രമേഹത്തിനും കൊളസ്ട്രോളിനും ഹൃദ്രോഗത്തിനും തൈറോയിഡിനും ഇങ്ങനെ പതിവായിട്ട് കഴിക്കുന്ന മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്ക് ശരീരത്തിൻ്റെ ചൂട് കൂടാൻ ഏറ്റവും സാധ്യതയുണ്ട്. വറുത്തതും കരിച്ചതും പൊരിച്ചതുമായ ഭക്ഷണത്തേക്കാൾ ശരീരത്തിൻ്റെ ചൂട് കൂട്ടുന്നതാണ് രാസകെമിക്കലുകൾ. അതുപോലെ ആയുർവേദ പ്രിസർവേറ്റീവ് ചേർത്ത മരുന്നുകൾ, ഇവയൊക്കെ ചൂടുകാലത്ത് പ്രത്യേകമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഉച്ച സമയത്ത് ഉള്ള ജോലികൾ പരമാവധി ഒഴിവാക്കുക. വെയിൽ ഒരിക്കലും നമ്മുടെ ശത്രുവല്ല. വെയിലിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് ഘടകങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ട് രാവിലെ വൈകുന്നേരത്തെ വെയിലൊക്കെ കൊള്ളുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കുളി ചൂടുകാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതാണ്. ചൂടുകാലത്ത് കുളിക്കുമ്പോൾ സോപ്പ് ഉപയോഗിക്കാതെ കുളിക്കലാണ് ഏറ്റവും നല്ലത്. അതുപോലെ കുളിച്ചതിന് ശേഷം തോർത്താതെ ശരീരം ഉണക്കുക, ഇത് നല്ല രീതിയാണ്. അതുപോലെ തന്നെ പച്ചവെള്ളമാണ് ചൂടുകാലത്ത് നിർബന്ധമായിട്ടും കുടിക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെക്കാത്ത കൂജയിൽ വെച്ച തണുത്ത വെള്ളം കുടിക്കാം. അമിതമായിട്ടുള്ള തണുപ്പുള്ള വെള്ളം, ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം നല്ല ചൂടിൽ നിന്ന് കയറി വരുന്ന സമയത്ത് ഒരിക്കലും കുടിക്കരുത്. അത് തൊണ്ടവേദന, പനി, ജലദോഷം പോലുള്ള രോഗങ്ങളുണ്ടാക്കും. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ചൂടുകാലത്ത് ശ്രദ്ധിക്കാനുള്ളതാണ്. ചൂടുകാലവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അക്യുപഞ്ചർ ചികിത്സയിൽ നല്ല ചികിത്സ ലഭ്യമാണ്. അതിന് നേരിട്ട് വിളിക്കുകയോ വെന്നിയൂർ ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാദമിയിൽ വരികയോ ചെയ്യുക. ചൂടുകാലവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മറ്റ് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇന്ത്യൻ അക്യുപഞ്ചർ അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.